ഹലോ. അപ്പോൾ മണ്ഡലകാലമായിട്ട് നമുക്ക് കുറച്ച് മണ്ഡലകാല വിശേഷങ്ങൾ കേട്ടാലോ? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മണ്ഡലകാലങ്ങളിൽ മാത്രം കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ കാണുന്ന അയ്യപ്പൻ വിളക്കിനെ പറ്റിയാണ്. തെക്കൻ ജില്ലകളിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരം സൈഡിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ് അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അതായത് നമ്മുടെ ശബരിമല അമ്പലത്തിൻ്റെ അതേ ഒരു മിനിയേച്ചർ വാഴപ്പോള വെച്ചിട്ട് ഉണ്ടാക്കും. എന്നിട്ട് അവിടെ കുറച്ച് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഈ അയ്യപ്പൻ വിളക്ക് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് ക്ഷേത്രങ്ങളിലുണ്ടാവും, ചിലപ്പോൾ വീടുകളിൽ നടത്താറുണ്ട്. അതായത് ഈ ശബരിമലയ്ക്ക് പോകുന്നതിന് മുന്നേ വീട്ടിൽ അയ്യപ്പൻ വിളക്ക് കഴിച്ചിട്ട് ശബരിമലയ്ക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ഇതിലെ ഈ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വാഴപ്പോള ഉണ്ടാക്കുന്ന അമ്പലമാണ്. ശരിക്കും നമ്മുടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ അതേ മോഡലിലുള്ള അമ്പലമാണ്. അയ്യപ്പനും പിന്നെ ഉപദേവതകളും ഒക്കെയുള്ള ശരിക്കും ഒരു അമ്പലമാണ്. അവിടെ നമുക്ക് പോയി പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. വാഴപ്പോളയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്ത ഇതിലൊരു മെയിൻ അട്രാക്ഷൻ പാലക്കൊമ്പ് എഴുന്നള്ളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാലക്കൊമ്പ് എന്ന് പറയുന്നത് തൃശ്ശൂർ സൈഡിലൊക്കെയാണ് ഞാൻ കേട്ടേക്കുന്നത്. ചിലപ്പോൾ വേറെ സ്ഥലത്ത് വേറെ പേരായിരിക്കും ഇതിന് പറയുക. അപ്പോൾ ഇത് സാധാരണ ഈ അയ്യപ്പൻ വിളക്ക് ഒരു ക്ഷേത്രത്തിലായിരിക്കും നടക്കുന്നത്. അതായത് തൃശ്ശൂർ സൈഡിലൊക്കെ ഒരു ദേശത്തിന് ഒരു അമ്പലം ഉണ്ടാവും. അതിന് ദേശ അമ്പലം എന്ന് പറയും. അപ്പോൾ ദേശ അമ്പലത്തിൽ നടക്കുന്ന വിളക്കാണ് ദേശവിളക്ക്. അപ്പോൾ അവിടെ നിന്ന് ആ അമ്പലത്തിൽ നിന്ന് ഒരു പാലക്കൊമ്പ്, ശരിക്കും ഒരു പാലമരത്തിൻ്റെ കൊമ്പ് എഴുന്നള്ളിച്ച് നമ്മുടെ ഈ വാഴപ്പോളയിൽ ഉണ്ടാക്കിയ അമ്പലത്തിലേക്ക് കൊണ്ടുവരും, താലപ്പൊലിയൊക്കെ ആയിട്ട്. വളരെ രസമാണത് കാണാനായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ അയ്യപ്പൻ പാട്ടുകാരുണ്ടാവും. അവർ അയ്യപ്പൻ്റെ ചൊല്ലൊക്കെ ഇങ്ങനെ പാടി ഉടുക്കൊക്കെ കൊട്ടി ആണ് കൊണ്ടുവരിക. പിന്നെ താലപ്പൊലിയൊക്കെ ഉണ്ടാവും, വെളിച്ചപ്പാടും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ അമ്പലത്തിലേക്ക്, ഈ വാഴപ്പോള ഉണ്ടാക്കിയ അമ്പലത്തിലേക്ക് വരുമ്പോൾ കർപ്പൂരമൊക്കെ കത്തിച്ച്, പിന്നെ അതുപോലെ അയ്യപ്പൻ്റെ നാമങ്ങളൊക്കെ ഇങ്ങനെ ശരണം വിളിച്ചിട്ട്, അപ്പോൾ നല്ല രസമാണ് കേൾക്കാൻ. സൈലൻ്റ് അറ്റ്മോസ്ഫിയറിൽ അവരിങ്ങനെ ശരണം വിളിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടത് പറഞ്ഞു പോകും. അത്ര നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള അടുത്ത മെയിൻ അട്രാക്ഷൻ വെട്ടും തടയാണ്. അതായത് ഈ അയ്യപ്പൻ വിളക്ക് നടക്കുന്നത് ഈവനിങ് ടൈമിലാണ്. അത് പിറ്റേ ദിവസം രാവിലെ വരെ നീണ്ടുപോകും. അപ്പോൾ രാവിലെ, അതായത് ഈ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ വെട്ടും തടയും നടക്കുന്നത്. വെട്ടും തട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം അയ്യപ്പനും വാവരുസ്വാമിയും അവർ തിക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ തിക്ക് ഫ്രണ്ട്സ് ആവുന്നതിന് മുന്നേ അവർ തമ്മിൽ ആദ്യം ഒരു യുദ്ധം, ഒരു പോരുണ്ടായിട്ട് പിന്നെയാണ് തിക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ പോരിനെ ഒന്ന് ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ വെട്ടും തട. അപ്പോൾ ഒരു അയ്യപ്പസ്വാമിയും വാവരുസ്വാമിയും ഒക്കെ ഉണ്ടാവും. അവർ ജസ്റ്റ് ഒരു യുദ്ധം പോലെ കാണിക്കും. അപ്പോൾ ഇത് കുറച്ച് കോമഡിയൊക്കെ ഉള്ള പരിപാടിയാണെന്നാണ് കണ്ടിട്ടുള്ളവർ പറഞ്ഞത്. എനിക്കത് കാണാൻ പറ്റിയില്ല, കാരണം വളരെ ഏർലി മോർണിംഗ് ആയിരുന്നു, അപ്പോൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ അയ്യപ്പൻ വിളക്ക് നടന്ന് കഴിയുമ്പോൾ ഈ വാഴപ്പോളയിൽ ഉണ്ടാക്കിയ അമ്പലമൊക്കെ പൊളിച്ച് കളയും കേട്ടോ, ഈ വെട്ടും തടയൊക്കെ കഴിഞ്ഞതിന് ശേഷം. പിന്നെ ഇത് നടക്കുന്ന ദിവസം അമ്പലത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പോവുകയാണെങ്കിൽ വൈകുന്നേരം ഭക്ഷണം കഴിച്ച് അമ്പലത്തിൽ തന്നെ, ചിലർ അമ്പലത്തിൽ തന്നെ അന്ന് കിടന്നുറങ്ങി രാത്രി രാവിലെ വെട്ടും തടയൊക്കെ കണ്ടിട്ടാണ് പോവുക. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന വളരെ ദൈവികമായ ഒരു ചടങ്ങാണ്. അതിനൊപ്പം നമുക്ക് നല്ല മൈൻഡിന് റിലാക്സിങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയില്ലേ, അത് നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാം. രാത്രിയൊക്കെ ഈ അമ്പലത്തിലൊക്കെ നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, ഈ ഇന്നിപ്പോൾ ഡിസംബർ മാസം ഒരു തണുപ്പൊക്കെ ആണല്ലോ, അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് നമുക്കിങ്ങനെ ചുറ്റി നടക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. ഇങ്ങനെയും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ പറയുക. ഓക്കെ. അപ്പോൾ സ്വാമി ശരണം.